ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറേ ഹെയർ ബാൻഡും സ്ലൈഡും അങ്ങനെ കുറച്ച് ഹെയർ ആക്സസറീസ് ഒക്കെ ചെയ്തെടുത്തിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് എവിടെയെന്ന് വെച്ചാൽ മഞ്ചേരി ഒരു ഹോൾസെയിൽ കടയിൽ നിന്നാണ് കേട്ടോ. അപ്പം നമ്മൾ വാങ്ങിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വാങ്ങിയ ഫസ്റ്റ് സാധനം പറഞ്ഞാൽ ഗ്ലിറ്റർ ട്യൂബാണ് കേട്ടോ. ഗ്ലിറ്റർ ട്യൂബിന് നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് 30 രൂപയായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് 2 ഹെയർ ബാൻഡ് മുഴുവനായിട്ട് ഉണ്ടാക്കാണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ഗ്ലിറ്ററിൻ്റെ ഒരു ഹെയർ ബാൻഡിന് ഫാൻസിയിൽ റേറ്റ് ചോദിക്കുമ്പോൾ 70-80 രൂപയ്ക്കാണ്. പിന്നെ നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരു സിൽവർ കളറാണ് വാങ്ങിയത്. ഇതിന് 10 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതൊക്കെ നമുക്ക് എന്താ പറയുക, ഗ്ലൂ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഗ്ലൂ തന്നെയാണ് കേട്ടോ ഞാൻ ഡ്രസ്സിൽ ബീഡ്സ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കൽ. നല്ല ഗ്ലൂ ആണ് കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, ഗ്ലിറ്റർ ഷീറ്റ്, അതുപോലെ നമ്മളെ ഡ്രസ്സിൽ എന്താ പറയുക ഒരു ഡിസൈനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോൾഡാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണിക്കുന്ന സാധനം ഇതാണ് നമ്മളെ ബണ്ണ് ഉണ്ടല്ലേ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബണ്ണ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഇത് 1 മീറ്ററിന് 10 രൂപയാണ് വരുന്നത്. ഇതൊരു നമ്മളെ ബണ്ണുണ്ടല്ലോ, സാധാ ബണ്ണ് നമ്മൾ ഇതുപോലത്തെ ഒരു വലിയ ക്ലോത്ത് ആയിരിക്കും, അതിന് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇതൊരു മീറ്ററിന് 10 രൂപ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇത് 3/4 മീറ്റർ ഉള്ളൂ, കാരണം 1/4 മീറ്ററോളം ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഹെയറിൽ കെട്ടിയ നല്ലൊരു ലുക്കാണല്ലോ. അതുകൊണ്ട് ഞാൻ വൈറ്റ് കളറാണ് അവിടുന്ന് സെലക്ട് ചെയ്തത്. പിന്നെ നല്ലൊരു, എനിക്ക് വാങ്ങിയതിൽ ഏറ്റവും ഉപകാരമുള്ളൊരു സാധനമായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ. നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനും സൈസ് വണ്ണം കുറഞ്ഞതോ വണ്ണം കൂടിയതോ ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഹെയർ എന്താ പറയുക, കെട്ടി വെക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു ടൈറ്റ്നെസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിന് കുട്ടികളെ മുടി കെട്ടിയതും ഇതിൽ നിന്നുള്ള ബണ്ണ് കട്ട് ചെയ്തിട്ട് തന്നെ ആയിരുന്നു കേട്ടോ. ആ ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇതിന് ഇങ്ങനെ ആയിരുന്നു കേട്ടോ കെട്ടിയത്. അതായത് കുഞ്ഞു കുഞ്ഞു ബണ്ണ് എടുത്തിട്ട് ഓരോ ലെയർ എടുത്ത് കെട്ടി വെക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെരുന്നാളിന് 2-3 ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതെങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ചെറിയ ബണ്ണ് കിട്ടിയത്, ഏത് കടയിൽ നിന്ന് കിട്ടിയത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ വാങ്ങി ചെയ്തതായിരുന്നു കേട്ടോ അത്. ഇനി നമുക്ക് ഗ്ലിറ്റർ ഹെയർ ബാൻഡ് ഉണ്ടാക്കാം. പിന്നെ ഇത് ഞാൻ ഒരു പാക്കായിരുന്നു, ഒരു പാക്ക് മീൻസ് ഒരു പാക്കിൽ 2 ഹെയർ ബാൻഡ് ഫുള്ളായിട്ട് ചെയ്തെടുക്കാനും പിന്നെ ഒരു ഹെയർ ബാൻഡിൻ്റെ അരഭാഗം അത്രയും ബാലൻസ് ഉണ്ട് കേട്ടോ. 30 രൂപയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 3 മാസത്തോളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ശേഷം അതിൻ്റെ ഗിൽറ്റൊക്കെ ലൂസായി പോരൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഗ്ലൂ ആണെങ്കിലും കുറച്ച് ലൂസായിട്ടുണ്ട്. അപ്പം നമ്മളത് ഒഴിവാക്കുക വിചാരിച്ചു. അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് പുതിയ ഗ്ലിറ്റർ ട്യൂബ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഗ്ലിറ്റർ ട്യൂബ് ഇടുമ്പോൾ നമ്മൾ ട്യൂബിൻ്റെ വണ്ണത്തിനനുസരിച്ച് വേണം ഹെയർ ബാൻഡ് സെലക്ട് ചെയ്യാൻ. അതായത് ട്യൂബിൻ്റെ വണ്ണം ചെറുതും ഹെയർ ബാൻഡ് വലിയ വണ്ണമുള്ളതും ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോവില്ല. അപ്പം നമ്മൾ ട്യൂബിൻ്റെയും ഹെയർ ബാൻഡും 2 സൈസ് കറക്റ്റ് നോക്കിയിട്ടേ വാങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിയ ഹെയർ ബാൻഡ്. പിന്നെ ഗ്ലിറ്റർ ഹെയർ ബാൻഡൊക്കെ കുറേ കാലം നിൽക്കും കേട്ടോ. അതായത് നന്നായി സൂക്ഷിച്ച് കൊണ്ടെടുക്കുന്ന കുട്ടികളിലാണെങ്കിൽ കുറേ കാലം നിൽക്കും. ഇത് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, സ്കൂളിൽ എത്തിയാൽ അവർക്ക് ഇതിൻ്റെ ഗിൽറ്റ് അതിമന്ന് നുള്ളി പറിച്ചെടുക്കുന്ന ഒരു ഇതുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇത് മൊത്തം കേട് വന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ച് കൊണ്ടെടുക്കുന്ന കുട്ടികളുടെ കയ്യിലൊക്കെ ആണെങ്കിൽ ഇത് കുറേ 4 മാസം 5 മാസത്തിലേറെയൊക്കെ നിൽക്കും. ഇതിപ്പോൾ വെറും 3 മാസം നമുക്ക് നിന്നത്. അപ്പോൾ നമുക്ക് ഇത് റിമൂവ് ചെയ്തിട്ട് പുതിയത് സെറ്റ് ചെയ്യാം. പിന്നെ ഈ ഗ്ലിറ്റർ ട്യൂബിൻ്റെ പാക്കിന് വെച്ചാൽ 30 രൂപയാണ് നമുക്ക് വന്നത്. 30 രൂപ കൊണ്ട് നമ്മൾ ഇപ്പോൾ 2 ഹെയർ ബാൻഡ് മൊത്തമായിട്ടും ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. 30 രൂപ ഒരു പാക്കിന് കൊടുത്താൽ നമുക്ക് നഷ്ടമല്ല. കാരണം ഒരു ഹെയർ ബാൻഡ് പിന്നെ നമ്മൾ വാങ്ങുമ്പോൾ 10 രൂപ, അപ്പോൾ ടോട്ടൽ 40 രൂപേൻ്റെ അടുത്ത് നമുക്ക് റേറ്റ് വരുന്നുള്ളൂ. പക്ഷേ ഒരു കടയിൽ നിന്ന് ഹെയർ ബാൻഡ് ചോദിക്കാൻ ചെന്നാൽ 70 രൂപ 80 രൂപയ്ക്കാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതുപോലെ ഹോൾസെയിൽ കടയിൽ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് നമ്മുടെ എന്താ പറയുക, കുഞ്ഞു വരുമാനമായാലും അത് നന്നായിട്ട് ഉയർത്താനൊക്കെ പറ്റും. അപ്പം നമുക്ക് നമ്മുടെ ഗ്ലിറ്റർ ട്യൂബ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഇടാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരറ്റം നല്ല എന്താ പറയുക, ഒരു മുട്ട് പോലെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് കൂടെ ഇത് കടന്നു വരില്ല, പുറത്തേക്ക് പോകുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഒരു സൈഡിലൂടെ നമുക്കിത് കയറ്റി കൊടുക്കാം.
പിന്നെ ഞാൻ ഏത് ഹെയർ ആക്സസറീസ് എടുക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന കളർ എന്ന് പറഞ്ഞാൽ വൈറ്റാണ്. വൈറ്റ് ഹെയറിൽ വെക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ലുക്കാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വൈറ്റിലേക്കാണ് ചായ്വ് കൂടുതൽ. പിന്നെ ഇത് നല്ല ഗ്ലിറ്റർ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ക്യാമറയിൽ കാണുന്നേക്കാളും ഗ്ലിറ്റർ ഉണ്ട് ഇത്. ഇനി നമുക്ക് ഈ ട്യൂബിലൂടെ കടത്തിവിടാം. ട്യൂബിൻ്റെ വണ്ണം കണ്ടില്ലേ, വളരെ ചെറുതാണ്. അപ്പോൾ അതിലേക്ക് കയറാൻ പാകത്തിലുള്ള ഹെയർ ബാൻഡ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നല്ല വണ്ണമുള്ള ഹെയർ ബാൻഡിൻ്റെ ഗ്ലിറ്റർ ട്യൂബ് ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ ഞാൻ ചൂസ് ചെയ്തത് ഈ ചെറുതായിരുന്നു. പിന്നെ എന്നെപ്പോലെയൊക്കെ വീട്ടിലിരുന്ന് വരുമാന മാർഗം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെയർ ആക്സസറീസോ ഹെയർ ബാൻഡ്, സ്ലൈഡ്, അങ്ങനത്തെ മാല, വള, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മൾ വെറുതെ നമ്മുടെ ഫ്രീ ടൈം ഫോണിൽ തോണ്ടിയിട്ടൊക്കെ സമയം കളയുന്ന ആ നേരത്തെ ഇതുപോലെയൊക്കെ എന്തെങ്കിലും ചെയ്തെടുത്താണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള കുട്ടികൾക്കോ ഒക്കെ നമ്മൾ എന്താ പറയുക, ചെറിയ റേറ്റിനൊക്കെ കൊടുത്താൽ അവരിതൊക്കെ വാങ്ങും. അങ്ങനെ ചെറിയ റേറ്റിൽ തുടങ്ങി നമുക്ക് ഇതുപോലെ ഓരോന്നും ചെയ്തെടുത്തിട്ട് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചാൽ ആരും ഫ്രീ ആയി ഇരിക്കണമല്ലൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ഇതുപോലെ എന്തെങ്കിലും വരുമാനങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ട് ഇരിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഒഴിവ് സമയം ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് നമ്മുടെ ഫ്രീ സമയം നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്കിത് ഉള്ളിലേക്ക് കടത്തിവിട്ട് ഏകദേശം മുഴുവനാവാറായിട്ടുണ്ട്. ഇനി ഇത് പതിയെ പതിയെ ആയിട്ടുണ്ടാവും. നമ്മൾ ഫുൾ മസിൽ ഇതിന്മേൽ എടുത്ത് ഉള്ളിലേക്ക് വലിച്ചെടുത്താൽ ഗ്ലിറ്റർ മുഴുവൻ താഴെ പോകും. അതുകൊണ്ട് തന്നെ സാവകാശം സൂക്ഷിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ടുണ്ട് സംഭവം. ഇനി നമുക്ക് ഹെയർ ബാൻഡ് എത്രത്തോളം ഉണ്ടോ അവിടെ വെച്ച് ഇത് കട്ട് ചെയ്യാം. അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട്, അപ്പം നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ പണി ഇത്രയുള്ളൂ കേട്ടോ. സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെയൊക്കെ നിങ്ങളും ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ ബൈ.